അങ്ങനെ 2 മാസത്തിന് ശേഷം മടി വന്നിട്ടും അലാറം അടിച്ച് എങ്ങനെയൊക്കെ സ്വയം കുത്തിപ്പൊക്കി എഴുന്നേൽപ്പിച്ച് ജിമ്മിലെത്തി. ഒരു റുട്ടീൻ പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു റുട്ടീൻ ഫോളോ ചെയ്യാൻ വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ കുറേ നാൾ ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ റുട്ടീനിലേക്ക് തിരിച്ചെത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ്. നേരത്തെ 5 കിലോ വരെ പോയിരുന്ന ഡംബൽ ഇപ്പോൾ 2.5 പോലും എനിക്ക് പറ്റുന്നില്ല. തൽക്കാലം 15 കിലോ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ മുഖത്ത് ഒരു 35ന്റെ എങ്കിലും നമ്മളൊരു എക്സ്പ്രഷൻ ഇട്ടേക്കണം. അങ്ങനെ ഫുൾ ബോഡി വർക്കൗട്ട്സ് ഒക്കെ കഴിഞ്ഞു. ഈ സമയത്ത് ജിമ്മിൽ നല്ല തിരക്കുണ്ടാവത്തില്ല. പക്ഷെ അത്യാവശ്യം വെയിൽ വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ആയാലോ. ഇതുപോലെ റാക്കിൽ ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്ന കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം. എനിക്ക് ഏത് സൂപ്പർ മാർക്കറ്റിൽ പോയാലും എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അതെന്താണെന്ന് എനിക്കറിയില്ല. എന്നാൽ ഞാൻ അത്രയും സാധനങ്ങളൊന്നും വാങ്ങിക്കത്തില്ല. പക്ഷെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. ഇതൊരു ഹോൾസെയിൽ മാർക്കറ്റ് ആണ്. അപ്പോൾ ഇതാണ് എൻ്റെ ജിം പാർട്ണർ രമ്യ ചേച്ചി. ഈ ഒരു സെക്ഷൻ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. അത് പറയേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ അധികം അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ പണി വാളും. സോ 2 ഗ്രീക്ക് യോഗട്ട് നമുക്ക് എടുക്കാം. എനിക്ക് കമ്പനിക്ക് വന്ന ചേച്ചി കുറച്ച് സാധനങ്ങളും എടുത്തു. എന്നെക്കാളും കൂടുതൽ ബില്ല് വന്നു ചേച്ചിക്ക്. അവസാനം ചേച്ചി പറയുന്നുണ്ടായിരുന്നു, നിനക്ക് ഞാൻ കമ്പനിക്ക് വന്നിട്ട് ഞാനാ കൂടുതൽ സാധനം എടുത്തത്. ഷോപ്പിംഗ് ഇഷ്ടപ്പെടാത്ത ഗേൾസ് ഉണ്ടാവോ? അങ്ങനെ ആരെല്ലാം ഉണ്ടോ? ബിൽ സെക്ഷനിൽ നല്ല തിരക്കായിരുന്നു. കാരണം ഇവിടെ എപ്പോഴും അത്യാവശ്യം തിരക്കുള്ളൊരു കടയാണ്. പിന്നെ ബില്ല് അടിച്ചിട്ട് പകുതി വഴിക്ക് ചേച്ചി പോയി. പിന്നെ അങ്ങോട്ടേക്ക് ഞാൻ ഒറ്റയ്ക്ക് പോകണം. ജിമ്മിൽ നിന്ന് എന്റെ വീട്ടിലോട്ട് ഒരു 1.5 കിലോമീറ്റർ ഉണ്ട്. കുറച്ച് നടക്കാനുണ്ടെന്ന് അർത്ഥം. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പട്ടിക്ക് ആരോ ബിസ്ക്കറ്റ് കൊടുത്തിട്ട് അത് അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ കവറൊക്കെ അവിടെ കിടക്കുന്നുണ്ടോ. എന്തായാലും കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. പിന്നെ നടന്ന് വീട്ടിലെത്തി. പുതിയൊരു ഫാമിലി മെമ്പറിനെ ഞാൻ കാണിച്ചു തരാം. ആളുടെ താമസം കാറിന്റെ ഉള്ളിലാണ് എന്ന് ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസമാണ് മനസ്സിലാക്കി. അവന്റെ ഗമ കണ്ട ഞാൻ അവന്റെ വീട്ടിൽ വാടകയ്ക്ക് നിൽക്കുന്ന പോലെ. അങ്ങനെ കാര്യം പറഞ്ഞൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസ് തുടങ്ങാൻ സമയമായി. സോ നാളെ ഫൈനൽ ഇല്ലേ? ആരായിരിക്കും വിൻ ചെയ്യുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഗസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. സംഭവം മൊത്തം തല്ലിപ്പൊളിയാണെങ്കിലും എന്റർടൈൻമെന്റ് ആയിരുന്നു.